ഒരു ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് എന്താണ് ഏതാണെന്ന് ടാസ്ക് ലെറ്റർ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കാതെ അതിനെ വധിക്കുന്ന രീതിയിൽ ആ ടാസ്കിനെ അങ്ങ് റദ്ദാക്കി കളയുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് എല്ലാവരും ഇവിടെ കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. ഈ ഒരു ഫോട്ടോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു ഫിസിക്കൽ ടാസ്ക് അല്ല എന്ന് ബിഗ് ബോസ് ഓൾറെഡി പറഞ്ഞു. എന്നിട്ട് ഒരു മനുഷ്യന്റെ മണ്ടയ്ക്ക് കയറി അങ്ങ് ഇരിക്കുവാണ്. തൊപ്പി എടുക്കാനായിട്ടാണെങ്കിലും എന്തെടുക്കാനായിട്ടില്ല ഇങ്ങനെ കയറി ഒരു മനുഷ്യന്റെ മണ്ടയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ പുള്ളിക്ക് ശ്വാസം മുട്ടത്തില്ലേ? 4-5 പേര് കയറി ഇതേപോലെ ഇരിക്കുവായിരുന്നു അനീഷിന്റെ മുകളിൽ. അങ്ങനെ അതുകൊണ്ടാണ് അനീഷിന്റെ ശ്വാസം മുട്ടിയത്. ഇപ്പൊ ഒരു അക്ഷരം പോലും മിണ്ടാതെ ലൈവിനകത്ത് ഇരിപ്പുണ്ട്. അപ്പോ ഇങ്ങനെയാണ് ഒരു ടാസ്ക് ചെയ്യുന്ന സമയത്ത് അത് എന്താണ് ഏതാണെന്ന് ആദ്യം മനസ്സിലാക്കണം. ഏത് വിധേനയും നമുക്ക് ആ തൊപ്പി വേണേൽ കൈക്കലാക്കാം. അതിപ്പോ സാധാരണ ആക്ടിവിറ്റീസ് ഈ ടാസ്കിന് വേണേൽ ഒരു ഫൺ രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ടാസ്ക് ആയിരുന്നു. അല്ലെങ്കിൽ മൈൻഡ് ഗെയിം കളിച്ചത് കൈക്കലാക്കാൻ പറ്റിയ ഒരു ടാസ്ക് ആയിരുന്നു. അത് ഉടനെ ഓടി ചാടി തുള്ളി ആവേശം കാണിച്ച് ഇപ്പൊ ടാസ്ക് നിർത്തി വെച്ചിരിക്കുകയാണ്. ഇപ്പോ അനീഷിന് ഒരു അക്ഷരം മിണ്ടാൻ പറ്റുന്നില്ല. അനീഷ് ഒരു 1-2 മിനിറ്റ് അവിടെ ഇങ്ങനെ സ്റ്റക്കായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടത് ലൈവിനകത്ത്. അനീഷിന് ഒരു അക്ഷരം മിണ്ടാൻ പറ്റുന്നില്ല എന്ന് ശ്വാസം മുട്ടി ശരിക്കും സ്റ്റക്കായിട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഞാൻ ലൈവിൽ കണ്ടത്. അതിന് പ്രധാന റീസൺ ഈ ജിഷൻ മോഹൻ തന്നെയാണ്. പുള്ളി ആ തൊപ്പി എടുക്കുന്നതിന്റെ ഭാഗമായിട്ട് അനീഷിന്റെ മുകളിൽ കയറി അങ്ങ് ഇരിക്കുകയായിരുന്നു. ജിഷൻ മാത്രമല്ല 3-4 പേര് അനീഷിന്റെ മുകളിൽ കയറി ഇരിപ്പുണ്ടായിരുന്നു.